സർ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോൾ ശരിക്കും കോൺഗ്രസിനെ കൊണ്ട് ചാടിച്ചിരിക്കുന്ന ഒരു ഊരാക്കുടുക്കിൽ തന്നെയാണ്. ഇപ്പോൾ വി ഡി സതീശൻ്റെ വാക്കുകൾക്ക് പുല്ലുവില എന്നുള്ളതാണ് ഹാഷ്ടാഗുകൾ നിറയുന്നത്. വി ഡി സതീശൻ ആദ്യം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുത്ത മനുഷ്യൻ തന്നെയാണ്. രാഹുലിനെ ആദ്യമേ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരാളാണ് വി ഡി. പക്ഷെ ഇപ്പോൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു 7ഓളം നേതാക്കൾ ഇതിൻ്റെ പിന്നിൽ വേറെ ഉണ്ട് എന്ന് പറയുന്നു. കോൺഗ്രസിൻ്റെ തന്നെ 7ഓളം നേതാക്കൾ, ഷാഫി ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ വി ഡി സതീശൻ്റെ വാക്കുകളെ മറികടന്നുകൊണ്ട് 7ഓളം കോൺഗ്രസ് നേതാക്കൾ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഒരിടത്ത് നമ്മൾ കാണുന്നില്ല. ചില ചാനലുകളുടെ ഹെഡ്ലൈൻ ന്യൂസായിട്ട് ഇങ്ങനെ ഈ 7ഓളം നേതാക്കളുടെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അതുപോലെ പിന്തുണച്ചുകൊണ്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയ ആരെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ കേരള പോലീസിൻ്റെ മുന്നിൽ നിന്നും നിസ്സാര സമയം കൊണ്ട് അപ്രത്യക്ഷനായി പോയൊരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ ഇതുവരെ കേരള പോലീസ്, നമ്മുടെ പിണറായി വിജയൻ എപ്പോഴും അവകാശപ്പെടുന്നത് പോലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം എന്ന് പറയുന്ന നമ്മുടെ കേരള പോലീസിന് ഇതുവരെ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേട് കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കേരള പോലീസ് മിടുക്കരാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാർ തന്നെയാണോ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ? ആ ചോദ്യത്തിൽ രണ്ട് ഉത്തരവുണ്ട്. കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ ഏത് സമയത്തും മാങ്കൂട്ടത്തിനെ പിടിക്കാൻ കസ്റ്റഡിയിലെടുക്കാം. ഒന്ന്. അപ്പോൾ അവിടെ കേരള പോലീസിൻ്റെ കഴിവുകേടല്ല മാങ്കൂട്ടം ഉള്ളിൽ താമസിക്കുന്ന കോൺഗ്രസ്സുകാർ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യം കൊടുത്താലും രാഹുൽ മാങ്കൂട്ടം കേരളം വിട്ട് പോവുകയില്ലായിരുന്നല്ലോ. പോലീസ് വിജിലൻ്റായിരുന്നു, പോവുകയില്ലായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സുകാരൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നത് പിണറായി വിജയനാണെങ്കിലും ചാൻസ് ഉണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്യുന്നതായിട്ട് രാഹുലിനെ തേടി നടക്കുന്നതായിട്ട് കാണിക്കുകയും വേണം. എന്നാൽ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ഒരു രംഗത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ കാരണം? എന്താ? രണ്ട് അപകടങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഒരു കുറ്റവാളിയായിട്ട് വീണ്ടും പരാതികളുമായിട്ട് ചിത്രീകരിക്കപ്പെട്ടാൽ ഇവിടെ സതീശൻ അജീയനാവും. പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ത്രെട്ടായിട്ട് മാറാൻ പോകുന്ന സതീശനായിരിക്കും. കോൺഗ്രസിലെ എല്ലാ തർക്കങ്ങളും അവിടെ അവസാനിക്കും. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ള ചോദ്യത്തിന് പിന്നെ ചോദ്യചിഹ്നം പോലും ഇടേണ്ട ആവശ്യമില്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അങ്ങനത്തെ ഒരു കോൺഗ്രസ്സാണ് എൽ ഡി എഫുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ എൽ ഡി എഫിൻ്റെ സിറ്റുവേഷൻ ഈസ് നോ മോർ. ഒരു ചാൻസും ഇല്ല എൽ ഡി എഫിന്. ഇതൊന്ന് മനസ്സിലാക്കാനുള്ള പ്രായോഗിക ബുദ്ധി പിണറായി വിജയനുണ്ട്, പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ബുദ്ധിയുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയൻ മറ്റെന്തിനേക്കാളും കൺസിഡർ ചെയ്യുന്ന വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. മകളുടെ കാര്യം, മകൻ്റെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ പിണറായി വിജയൻ്റെ മരുമകൻ ആദ്യം ഒന്ന് വിവാഹം കഴിച്ചാന്ന് എല്ലാവർക്കും അറിയാം. അവിടെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഇദ്ദേഹത്തിനെതിരായിട്ടുണ്ട്. ആ പരാതി എന്ന് പറയുന്നത് ഇപ്പം രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചതിനേക്കാൾ ക്രൂരമായി തന്നെ സ്വന്തം ഭർത്താവിൻ്റെയാണ്. ഗാർഹിക പീഡനം എന്നുള്ള വാക്ക് പറയാം. പീഡിപ്പിച്ചതായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ ആ പരാതിയുടെ ബല പോവുകയും പിന്നെ അന്വേഷണം ഇല്ലാതാവുകയും ചെയ്തു. ഒരു കോംപ്രമൈസ് എന്തെങ്കിലും രീതിയിൽ. അപ്പോൾ ആ പരാതി കുത്തിപ്പൊക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന് അവിടെ ശ്രമിക്കുന്നവരുണ്ടാകാം. ആരാന്ന് നമുക്കറിയത്തില്ല. ഷാഫി ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി ശ്രമിച്ചെന്ന് വരും. ഈ ഇതിനെ റിയാസിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ റിയാസിനെ അങ്ങനൊരു പരാതി മുഖ്യമന്ത്രിക്ക് ആ സ്ത്രീ നേരിട്ട് കൊടുക്കാൻ തയ്യാറാകാത്ത സ്ഥിതി എന്താ ആലോചിച്ച് നോക്കാം. അപ്പോൾ ഹി വിൽ ബി ബൗണ്ട് ടു അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതനാകും. ആരെ? സ്വന്തം മരുമകൻ്റെ കയ്യിൽ കൈവിലങ്ങ് വെക്കാൻ പിണറായി വിജയൻ നിർബന്ധിതനാകും. അല്ല, അപ്പോൾ അതിനുള്ള എന്നാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ പ്രസ്റ്റീജ് നിലനിർത്തണം എന്ന് വിചാരിച്ച് പിണറായി വിജയൻ എന്നാൽ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ എങ്ങനെയാണല്ലോ വീണ അറിയുമല്ലോ. വീണ കയറുമെടുത്ത് ഉത്തരത്തെ തൂങ്ങാൻ ചെല്ലുന്നതാണ് പിണറായി വിജയനെ കാണിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമോ ഇല്ലയോ? ഇത് സാങ്കല്പികം. ഇത്തരം സാധ്യതകളാണ്. ഒത്തിരി സ്ഥലത്തേക്കും സംഭവിച്ചിട്ടുണ്ട്, സാധ്യതകളാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്തുന്നതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ അറിവില്ലാതെ രാഹുൽ മാങ്കൂട്ടം കേരളം വിട്ടു പോകാൻ പോലീസ് അനുവദിക്കുകയില്ല. നമ്മുടെ താങ്കൾ പറഞ്ഞ പോലെ കൺമുമ്പിൽ ഉണ്ടായിരുന്ന മായയായിട്ട് അലിഞ്ഞുപോയി. അതെങ്ങനെയാണ്? സാർ പറഞ്ഞതുപോലെ മുഹമ്മദ് റിയാസിനെതിരെയുള്ള മുൻ ഭാര്യയുടെ പരാതി ഇതിലും രൂക്ഷമാണ്. അടിനാഭിക്ക് ചവിട്ടി 50 രൂപയ്ക്ക് പാളയത്ത് വരെ പെണ്ണുങ്ങളെ കിട്ടുമെന്ന് വരെ ഭാര്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു മനുഷ്യനാണ് എന്ന് അവർ തന്നെ പുറത്ത് തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അടുത്ത മുഖ്യമന്ത്രിയാണ് നടക്കുന്ന ആള്. അതുകൂടെ വിചാരിക്കുക. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം വേണോ റിയാസ് വേണോ എന്നുള്ള ചോദ്യം മുമ്പിലേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ടാലും വേണ്ടില്ല, ഒരു നിരപരാധി അല്ലെങ്കിൽ ഒരു കുറ്റവാളി രക്ഷപ്പെട്ടാലും ഒരു
വേണ്ടപ്പെട്ടവൻ രക്ഷപ്പെടണം എന്നുള്ള മനസ്സുമായിട്ട് വരും. ഉറപ്പായിട്ടും. അപ്പോൾ അവിടെ റിയാസ് എന്നുള്ള ഘടകമാണ് മെയിൻ. റിയാസിൻ്റെ പ്രാധാന്യം എന്നാന്ന് ക്രൈം സ്റ്റോറിക്ക് അറിയാമല്ലോ. ഇവിടുത്തെ ഫയലുകളൊക്കെ എങ്ങോട്ട് പോയി, ലാവലിൻ കേസിൻ്റെ ഫയലുകളൊക്കെ, ക്രൈമിന് കിട്ടിയ ഫയലൊക്കെ എങ്ങോട്ട് പോയെന്ന് നിങ്ങൾക്കറിയാം അത്യാവശ്യം അല്ലേ. അപ്പോൾ അത് ഏതറ്റം വരെയും പോകും. റിയാസ് പക്ഷേ ഈ ഫയലുകൾ ചിലപ്പോൾ നശിപ്പിച്ചിട്ടുണ്ടാവില്ല, അത് മുഖ്യമന്ത്രിയെ കാണിയാൽ കയ്യിലുണ്ടാവും. നീ കെട്ടിച്ച് താഴോന്നായിരിക്കും പറഞ്ഞത്. ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ രാഷ്ട്രീയം ഒരാൾ തുടങ്ങിയാൽ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇവിടെ സംഭവിച്ച കുഴപ്പമാണ് എല്ലാ പ്രസ്താവനയും കണ്ടോ. നമ്മുടെ BJPയുടെ സുരേന്ദ്രൻ്റെ ആണേലും സതീശൻ്റെ ആണേലും ഞാൻ ഇത്രയേ പറയും, ഇപ്പോൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതിൻ്റെ അർത്ഥം എന്നാ? എന്താ ഒളിച്ചു വെക്കുന്നവർ? അതിൻ്റെ പിന്നിൽ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവർ പറയാതിരിക്കുന്നു വെച്ചാൽ ജനങ്ങളോട് ഇവർക്ക് മൊത്തം കള്ളം പറയുക. ആരെക്കുറിച്ചെങ്കിലും എനിക്കോ പൊതുജനത്തിന് അറിയേണ്ട കാര്യം എന്തിനും ഇവർ അങ്ങനെ പറയാം, എനിക്കറിയാം ഞാൻ പറയുന്നില്ലെന്ന് പറഞ്ഞ അർത്ഥം തന്നെ. കുറ്റവാളികളെ രക്ഷിക്കാൻ ഇവർ ഇൻഡയറക്റ്റായിട്ട് സഹായിക്കില്ലേ അത്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റിലേക്ക് വരുമ്പോൾ വരുന്ന കാര്യം, ഇപ്പോൾ ഇന്ന് 2 ജാമ്യം കേസ് വന്നിട്ടുണ്ട്. രാഹുൽ ഈശ്വറിൻ്റെ വന്നു, അതിനെ റിമാൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എല്ലാവരും കൈയടിച്ചു. ഇന്ന് കൈയടിക്കുമോ? ഇന്ന് വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. CPMൻ്റെ പ്രധാനപ്പെട്ട പക്വത വന്ന പ്രായപൂർത്തിയായ നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ജാമ്യാപേക്ഷ തള്ളി. ഇന്ന് കൈയടിക്കുമോ? ഇന്ന് കൈയടിക്കണ്ടേ? രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷ തള്ളിയെങ്കിൽ എങ്ങനെ കൈയടിക്കും സാർ? ഇത് നിഷാ പുരുഷോത്തമൻ പറഞ്ഞതുപോലെ നിങ്ങൾ സ്വർണ്ണക്കൊള്ളയാണ് ഇന്ന് ചർച്ചയാക്കുന്നതെങ്കിൽ CPMൻ്റെ അനുഭാവികൾ ചർച്ചയ്ക്ക് വരില്ല എന്ന് CPM നേതൃത്വം തന്നെ നേരിട്ട് വിളിച്ച് മനോരമ ന്യൂസിനോട് പറഞ്ഞു എന്ന് നിഷാ പുരുഷോത്തമൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് CPM നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അവരിപ്പോൾ ചർച്ച ചെയ്യേണ്ട, അവർക്ക് സ്വർണ്ണക്കൊള്ള വേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരിക്കണം മെയിൻ സ്ട്രീം ന്യൂസ് എന്നുള്ള തീരുമാനമാണ് അവരുടെ. അല്ല, മാധ്യമങ്ങളിൽ അറിയണമെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സീമാജി നായർ എന്ന് പറഞ്ഞ ഒരു സിനിമാ രംഗത്തുള്ള സ്ത്രീയെ രംഗത്ത് വന്നു. അത് അവർ പറഞ്ഞ ചില ലോജിക്കലായിട്ടും വസ്തുതാപരമായി ശരിയായ കാര്യങ്ങളാണ് പറയുന്നത്. ന്യായീകരിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ന്യായീകരിച്ചല്ല അവർ പറയുന്നത്. ഉടനെ രാഹുൽ മാങ്കൂട്ടത്തെ രക്ഷപ്പെടാൻ സഹായിച്ചത് സീമാജി നായരാണ് എന്ന് ഇന്നലെ ഒരു ചാനൽ അവതാരിക റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പോൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന 2 ചാനലുകൾ ഓർക്കണം. പിണറായി വിജയനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചാനൽ. തലയിൽ വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല, തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല, മുകളിലൊന്നുമില്ല. അത്തരം ഒരു ചാനലിൽ നിന്നാണ് ഈ കഥയെല്ലാം വരുന്നത്. ഈ കഥ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സീമാജി നായർക്ക് മൗലികാവകാശം പൗരാവകാശമൊന്നുമില്ലേ? അവർ കുറ്റവാളിയെ രക്ഷപ്പെടുത്തി എന്നുള്ള രീതിയിൽ ഒരു ആരോപണം ഈ ചാനലിൽ പറയുമ്പോൾ അവർക്കെതിരായിട്ട് സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുന്നവരാരും സീമാജി നായർക്കുള്ള അവരുടെ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നില്ല. അവരുടെ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള സംഭവത്തെക്കാൾ കൂടുതലായിട്ട് വേറൊരു അതിലേക്കാൾ നാണം കെട്ടൊരു അവസ്ഥയില്ലേ ഇതിന്. സീമാജി നായരെ പോലെ സിനിമാ രംഗത്ത് അത്ര താരപ്രൗഢിയൊന്നുമില്ലാത്ത സാധാരണ സ്ത്രീ വിചാരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തെ പിണറായി വിജയൻ്റെ സർവശക്തമായ പോലീസിൻ്റെ കൺമുമ്പിൽ നിന്ന് റാഞ്ചിക്കൊണ്ട് പോകാൻ പറയാൻ പറ്റുമെന്ന് പറയുന്ന അത്രയും നാണക്കേട് പിണറായി വിജയൻ്റെ മുഖത്ത് ചിരിപ്പുകൊണ്ട് അടിക്കില്ല അവർ ചെയ്ത്. റിപ്പോർട്ടർ ചാനലിലെ അവതാരിക ചെയ്ത് പിണറായി വിജയൻ്റെ ചെള്ളക്ക അടിച്ചിരിക്കുന്നത്. സീമാജി നായർ വിചാരിച്ചപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള പോലീസ് എന്നതാണ് ആഭ്യന്തര വകുപ്പിനെ നോക്കി കൊഞ്ഞനം കുത്തായിരിക്കുന്നത്. അത് അത്തരം വിവരങ്ങളൊന്നും മാധ്യമങ്ങൾ പറയുന്നില്ല. സീമാജി നായരുടെ കാര്യത്തിൽ റിപ്പോർട്ടർ ചാനലിൽ പറയാൻ കാരണം റിപ്പോർട്ടർ ചാനലുകാരാണ് പറഞ്ഞത്. എന്ത് അടിസ്ഥാനം? അല്ല, അവർക്ക് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ശീലമായിട്ടുണ്ട്. ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അടുത്ത് പോയത് പോലും, അവരെ വിളിച്ചത് പോലും ഏത് ചാനലാണെന്ന് നമ്മൾ പറയുന്നില്ല, നമുക്കറിയാം. അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശ്രീനാദേവി കുഞ്ഞമ്മയെ വിളിച്ചവർ ചോദിച്ചതും ഇതേ കാര്യം തന്നെയാണ്. നിങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചിട്ടില്ലേ, നിങ്ങൾ ഇരയല്ലേ, ഞങ്ങളോട് തുറന്നു പറയൂ, ഞങ്ങളെ സഹായിക്കാം. അപ്പോഴും ശ്രീനാദേവി കുഞ്ഞമ്മ അവരപ്പോൾ CPIയിൽ നിൽക്കുന്ന ഒരു വനിതാ നേതാവ്, നന്നായിട്ട് കത്തി നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. അവർ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, എന്നിട്ടും പറയാണ് നിങ്ങൾ ഇരയാണ്, ഞങ്ങൾ സഹായിക്കാം. ഇങ്ങനെ പറഞ്ഞ് ഇരകളെ തേടി നടക്കുക. അതെ, ഇരകളെ തേടി നടക്കുക. അതിന് കാരണം എന്താണെന്നറിയോ? അന്നത്തെ ആ ദിവസങ്ങളിൽ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ട് ഏതെങ്കിലും കല്യാണ ആൽബമൊക്കെ പോയി അവിടെയൊക്കെ ഏതെങ്കിലും ഫോട്ടോ ഏതെങ്കിലും പെമ്പിളരായിട്ട് സംസാരിക്കും. ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഇവർക്കൊരു പ്രൊഫഷനുണ്ട്. ആ അവതാരികയൊരു പ്രൊഫഷനുണ്ട്, ശരിക്കും പെർവേർട്ടഡാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങനെയെങ്കിലും ഫ്രെയിം ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ഇൻറ്റൻഷനുള്ളൂ, വേറെ ഒന്നും അവർ കാണുന്നില്ല. മാങ്കൂട്ട അവരുടെ മുതലാളി പറഞ്ഞു യു ഷുഡ് ഗെറ്റ് രാഹുൽ ബൈ ഹിസ് നെക്ക്. അതിവർ ഭംഗമായിട്ട് ചെയ്തു.
പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു മാധ്യമപ്രവർത്തക ഇതുപോലൊരു ലേഡീനെ വിളിച്ചിട്ട് ഇത്രയും തരംതാണ അതേ രീതിയിൽ മാധ്യമപ്രവർത്തക സംസാരിക്കുന്നത്. ആ മാധ്യമപ്രവർത്തകർ തന്നെയല്ലേ ഇവിടെ സീമാജിനേരുടെ കാര്യത്തിലും പറഞ്ഞത്. വേറെ പെൺകുട്ടികളുണ്ടല്ലോ. ഓരോരുത്തരും ഇപ്പോൾ ഇവരുടെ സ്ട്രാറ്റജിക്സ് എന്നാ പറയുന്നത്, നമ്മുടെ മുറയിൽ തകർക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുറയിൽ തകർക്കാനാണ് ഒരു വശത്ത് നോക്കുന്നത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഇവർ ആ ശ്രമത്തിനിടയിൽ ഒത്തിരി മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് മണ്ടത്തരം ലാസ്റ്റ് ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മുമ്പായിട്ട് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ജനങ്ങൾ രാഹുലും സതീഷുമായിട്ട് ഡിവൈഡ് ചെയ്യുക. രാഹുൽ പക്ഷവും സതീഷ് പക്ഷവും. പക്ഷേ പിണറായി വിജയനും കൂട്ടാളികൾ ഓർക്കേണ്ട കാര്യം, ഇവർ രണ്ടുപേരും ആത്യന്തികമായി കോൺഗ്രസ്സുകാരാണ്. ആ ജനങ്ങളപ്പോൾ എവിടെ നിൽക്കുമെന്ന് മാത്രം ആലോചിച്ചാൽ. അല്ല സാർ, ഒരു കാര്യം കൂടി ചോദിച്ച് നിർത്തിക്കോട്ടെ. ഇപ്പോൾ പിണറായി വിജയൻ ഉറപ്പായിട്ടും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതിനൊരു റീസൺ നമ്മൾ പറയുന്നുണ്ട്. പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്തിരിക്കാം, അദ്ദേഹത്തിൻ്റെ ആവശ്യം റിയാസിൻ്റെ മകളുടെ ഭാവിയൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതിനിടയിൽ വേറൊരു റൂമർ കൂടി എവിടെയോ കേട്ടു, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരു CPM MLA ആണെന്നുള്ള തരത്തിൽ ഒത്തിരി പെട്ട പേര് പറയുന്നുണ്ട്. CPM മുകേഷും രാഹുൽ മാങ്കൂട്ടനും വളരെ അടുത്ത ബന്ധങ്ങളായിരുന്നു, അടുത്ത സുഹൃത്തായിരുന്നു. മുകേഷിൻ്റെ കാര്യത്തിൽ ഏറ്റവും അറ്റാക്ക് ചെയ്ത് സംസാരിച്ചതും രാഹുൽ മാങ്കൂട്ട. പക്ഷേ ആ അറ്റാക്ക്, അത് പിന്നീടുള്ള അറ്റാക്കൊക്കെ അവിടെ നിന്ന് കോംപ്രമൈസ് ആകുമെന്ന് നമുക്കറിയേണ്ട ആവശ്യമുണ്ട്. പിന്നെ ആ എതിർപ്പ് അങ്ങനെ ശക്തമായിട്ട് വന്നില്ല. മുകേഷിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ എതിർപ്പ് വളരെ പെട്ടെന്ന് നിന്ന് പോയി. അതെങ്ങനെ പോയി? അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടോ? ഇത് വലിയവരുടെ കാര്യത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ CPM MLA സഹായിച്ചു എന്ന് പറയുന്നത് മുകേഷ് ആണെന്ന തരത്തിലേക്കും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ ഇതും തള്ളിക്കളയാൻ പറ്റില്ല. മുകേഷ് അങ്ങനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ മുകേഷ് ആരോ ഒരു MLA അത്രയും നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇതധികം നാൾ ഈ സത്യം മൂടി വയ്ക്കാൻ പറ്റിയല്ല. ഇത് പുറത്ത് വരും. ആരൊക്കെ വിചാരിച്ചാലും മൂടി വയ്ക്കാൻ പറ്റില്ല. അവിടെ രണ്ടു കൂട്ടരുടെയും പ്രതീക്ഷ, ഇത് മൂടി വയ്ക്കാൻ ശ്രമിക്കുന്നവരുടെയും തുറന്നു കാട്ടപ്പെട്ട പ്രതീക്ഷ ഹൈക്കോടതിയിലെ അവരുടെ നീതിന്യായ വ്യവസ്ഥയുടെ നന്മയിലാണ്. ആ നന്മ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല.